അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ബസ്റുമോളൊക്കെ ഓക്കെ ആയി. ഇന്ന് സ്കൂളിൽ വിടുന്നില്ല പൊന്നികള. പിന്നെ ചില സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിപ്പോയി. ഞാൻ എന്തെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പൊരുത്തപ്പെടണം. കാരണം ഞാൻ നിങ്ങളെ അറിയുപോലുമില്ല. കുറേ പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ, എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് പട്ടിണിയില്ലാതെ കഷ്ടപ്പാടിന് കുറച്ച് അറുതി വന്ന് വാടകയും കൊടുത്ത് ഇവിടം വരെ എത്തി. ഇന്ന് അൽഹംദുലില്ലാ ഒരു വീടായി. എനിക്ക് കുറേ കൂടെ ബാധ്യതകളുണ്ട്. ഞാനൊന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി ഒരു വീഡിയോ ഇട്ടാലും എന്നെ സഹായിക്കാൻ മുമ്പേ വരുന്ന എൻ്റെ ഇത്താമാർ ഉള്ളതിൽ 10 രൂപയാണെങ്കിലും സഹായിക്കാൻ എന്നെ വരും. കാരണം ഇപ്പം എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്. കാരണം വീടിന് വേണ്ടി മാത്രമേ നിങ്ങളെ മുമ്പ് കൈ നീട്ടിയിട്ടുള്ളൂ. പിന്നെ ആരെയും ഒരു പൈസ എടുത്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. എന്നെ പടച്ചവനിക്കറിയാം, എന്നെ പടച്ച റബ്ബിനറിയാം. ഞാൻ ഏതൊക്കെ വഴിയിൽ എങ്ങനെ കൂടെ പോകുമെന്ന് റബ്ബ് ആയുസിട്ടിട്ടാണ് വന്നത്. ഈ ദുനിയാവിൽ വേദനിക്കാവുന്നതിലപ്പുറം ഞാൻ വേദനിച്ച്. അൽഹംദുലില്ലാ ഇന്ന് റാഹത്താണ്. കുടിക്കുന്ന കഞ്ഞിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ട്. ഉറങ്ങാൻ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു ചേക്കയുണ്ട്. മക്കൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അൽഹംദുലില്ലാ റബ്ബിനെ 1000 വട്ടം സ്തുതിക്കുന്നു. പിന്നെ ഈ പടച്ചവൻ്റെ നിഅ്മത്താണ് എൻ്റെ ഈ വീട്. നിങ്ങളാലെ, ബന്ധുക്കളാലെ, നാട്ടുകാരാലെ സഹായിച്ചൊരു വീടായി. പടച്ചവനെ ഞാൻ 1000 വട്ടം സ്തുതിക്കുന്നു. കാരണം വാടക കൊടുക്കാൻ എൻ്റെ നിവർത്തിയില്ല. പൊടി പൈതങ്ങളെയും കൊണ്ടിട്ട് ഞാൻ കഷ്ടപ്പെട്ട ജോലിക്ക് കണക്കില്ല. ഇന്ന് എല്ലാ പ്രയാസങ്ങൾക്കും ഒടുവിൽ ഒരു കുഞ്ഞ് വെളിച്ചോണ് എൻ്റെ വീട്. വീട്ടിലെല്ലാ സാധനങ്ങളും എല്ലാവരും കൂടെയൊക്കെ തന്നു. സഹോദരങ്ങളും ഉമ്മ വാപ്പ ബന്ധുക്കളെല്ലാവരും എൻ്റെ കൂട്ടുകാരും എൻ്റെ അടുത്ത് സഹകരിക്കുന്നവരും. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. നമ്മൾ പലരും പല രീതിയിലെ ജീവിത സാഹചര്യം കൊണ്ട് പോണവരാണ്. നജില എന്ന് പറയുന്ന ഈ ഞാൻ എന്തെന്നറിയാമോ മസ്റൂറ ഫാത്തിമ എന്ന് പേരിട്ടത്? മസ്റൂറ ഫാത്തിമ ഇത് കഴിഞ്ഞാലും അവളെ പഠിത്തത്തിൻ്റെ ഒരാവശ്യം വന്നാലും അവൾക്ക് ആരാരും ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും പഠിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത ഒരു പൊന്നു മോളും എനിക്ക് 2 മക്കളുമുണ്ട്. അപ്പം എന്തെങ്കിലും അവർക്ക് ഒരു വരുമാനമാകട്ടെ പഠിത്തത്തിന് മുന്നോട്ട് പോവാൻ. കാരണം ഇതിൽ നിന്നൊരു വിഹിതം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടിരിക്കുകയാണ്. കാരണം ബാങ്ക് ക്ലോസ് ചെയ്യണം, ലോണ് ക്ലോസ് ചെയ്യണം. ഒരുപാട് തരണങ്ങൾ ചെയ്തിട്ടും യൂട്യൂബ് ചാനൽ കൊണ്ടുപോയി. ഒരു അനാവശ്യം ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നെൻ്റെ മനസ്സിന് ഉറപ്പുണ്ട്. ജോലി ചെയ്യുന്നത് മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വസ്ത്രമായി. നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ അലമാര? എല്ലാം ഇന്നെല്ലാം ഞാൻ ഇട്ടേക്കുന്നതെല്ലാം എനിക്ക് എല്ലാം തന്നതാണ്. എനിക്ക് റബ്ബ് അറിഞ്ഞു തന്ന മക്കളാണ് എൻ്റെ ഈ മക്കൾ. ഈ അലമാര നോക്ക് നിങ്ങൾ. അല്ലാ, പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ പടച്ചവനും കൂടെ ആവും, ഞാനും എൻ്റെ റബ്ബും കൂടെ ആവും. പിന്നെ മക്കളൊക്കെ അൽഹംദുലില്ലാ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ജീവിതം അത് ജീവിച്ചേ പറ്റുള്ളൂ മക്കൾക്ക് വേണ്ടി. പറയുന്നവർ കുത്തി നോവിക്കുമ്പോഴും ആരെന്ത് നോവിച്ചാലും അത് അള്ളാഹു എനിക്ക് തന്ന നിധിയെ പോലെ ഞാൻ കരുതിക്കുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് പറയാനെന്നൊന്നും എനിക്കറിയില്ല. അല്ലാ, ഞാനിന്ന് അനുഭവിക്കുന്ന വേദന പടച്ചവനെ എനിക്ക് റബ്ബിന് മാത്രമേ അറിയാവൂ. ജോലിക്ക് പോകാനുള്ള ഒരുക്കം, അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇപ്പോഴ് വിശേഷങ്ങളെ ഒടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയണം. യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് പേര്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി കുറച്ചെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട്. അതിലും ഉപരി എനിക്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹമാണ് ഈ വീട്. ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ വീടിൻ്റെ പൈസയ്ക്ക് സഹായിക്കാനില്ലാതെ വന്നപ്പോഴും ഞാൻ ഇതിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ആ പൈസ അന്നല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റെഡിയാക്കി തന്നു. ഇതിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മോൾക്കുള്ള സ്റ്റഡി ടേബിളാണത്. അവളെ വാപ്പച്ചി അവൾക്ക് മേടിച്ചു കൊടുത്തതാണ്. അവൾക്കിരുന്ന് പഠിക്കാൻ. മുത്തുമോനും മിച്ചുമോനും പഠിക്കാൻ സമ്മതിക്കൂലായിരുന്നു.
തറയെ പോലും ഇരുന്നിട്ട്. അന്ന് വാപ്പച്ചി മേടിച്ചു കൊടുത്തതാണ് ടേബിള്, കസേര. പഠിക്കട്ടെ മക്കൾ, പഠിക്കട്ടെ മക്കൾ, തണലാവട്ടെ, സ്വാലിഹായ മക്കളാവട്ടെ. ഇന്നലെ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ മക്കൾ പറയണ കേട്ടാ, ഉമ്മച്ചിയെ കരയല്ലേ, വലുതാകുമ്പോൾ ഉമ്മച്ചിയെ നമ്മൾ നോക്കിയോളാം. ആ ഒരു വാക്കെങ്കിലും പറഞ്ഞല്ലോ. എൻ്റെ മക്കൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമായതുകൊണ്ടാണ് അള്ളാഹു എൻ്റെ മക്കളെ എനിക്ക് തന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ അങ്ങ് പോട്ടെ, വീഡിയോസൊക്കെ ഇടും. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോകണം. ആരും മുമ്പ് തളരല് എന്നല്ല, റബ്ബിൻ്റെ മുമ്പ് മാത്രമേ ഞാൻ ദ്വാ ചെയ്ത് കണ്ണീര് ഒലിപ്പിച്ച് ദ്വാ ചെയ്യുന്നുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് കരയുന്ന ടെൻഡൻസി അത് കുറേ വർഷം കൊണ്ടുണ്ട്, അതിനി മാറൂല. ആരെ കണ്ണീര് കണ്ടാലും സങ്കടം വരും, ആരെന്ത് കണ്ടാലും സങ്കടം വരും. ദുഃഖം ഒരു മനുഷ്യന് കൊണ്ടുവന്ന് ആഴ്ത്തിക്കളയും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടില്ല, കിട്ടട്ടെ, അൽഹംദുലില്ലാ. കിട്ടുമ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പലരാലെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ എല്ലാം റാഹത്താണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇതാ ഇവിടം വരെ എത്തി, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ കരയാൻ കണ്ണീര്, സ്ത്രീകൾ പൊതുവിൽ കരയുന്നവരാണ്, അതാണ് പറയണത്. അള്ളാഹു ഒരു കൂട്ട് കൊടുക്കുന്ന എന്തെന്നറിയാമോ, ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ. എനിക്ക് ദുഃഖം ഷെയർ ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ആരും ഒരു അനാവശ്യ രീതിയിൽ വേണ്ട. എനിക്ക് എൻ്റെ ദുഃഖം, നിങ്ങളെ ദുഃഖം ചിലപ്പോൾ ഭർത്താവിൻ്റെ അടുത്തോ ആരടുത്തെങ്കിലും പറയാം, അങ്ങനെ എനിക്ക് പറയാൻ ഒരാളില്ല, വേണ്ട. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടിട്ട് ഇവിടം വരെ എത്തി. എല്ലാം ഞാനിവിടെ ഒരു രീതിയിൽ വെള്ളം കുടിച്ചാൽ അതൊരു ബറക്കത്താണ്. ടേബിള്, ഈ ചെയർ സംഭാവനയാണ്. ടേബിൾ എൻ്റെ ഇക്ക വാങ്ങി തന്നെയാണ്. എല്ലാം കൊണ്ട് റബ്ബ് റാഹത്താണ്. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും, അതാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, 7 വർഷം കൊണ്ട് ഉപയോഗിച്ച ഫ്രിഡ്ജാണെന്ന് കണ്ടാൽ പറയില്ല. നിങ്ങൾ നോക്ക്, ലൈറ്റ് ഇട്ടില്ല, ഒരു കാര്യവും ഇസ്രാഫാക്കി കളയാം, അതായത് ദുരുപയോഗം ചെയ്യില്ല ഞാൻ. 7 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്, നോക്ക് നിങ്ങൾ. സാധനം ഒന്നുമില്ല, അതുകൊണ്ടിട്ടാണ് വെള്ളം വെച്ചേക്കുന്ന ഫ്രിഡ്ജിൽ. ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് രണ്ടാമത് ഇതാക്കുമ്പോൾ അത്ര ഇത് എഫക്റ്റ് എടുക്കൂലേ. അതുകൊണ്ട് പടച്ചവൻ്റെ നിഅ്മത്ത് കൊണ്ട് ഇവിടം വരെ എത്തി. മസ്റൂമോളൊക്കെ സന്തോഷമാണ്, വിഷമിപ്പിക്കല്ലേ മക്കൾക്ക് ഈ കമൻറ്റ്. ഫോൺ ഞാൻ എടുക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ ഇവിടെ വെക്കുമ്പോൾ കമൻറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കും, കണ്ണ് നിറയും. വേണ്ടട്ടാ, മക്കൾ വളരട്ടെ അല്ലേ, അള്ളാൻ്റെ അനുഗ്രഹമല്ലേ നമ്മൾക്ക് മക്കൾ. പിന്നെ പഠിച്ചതിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടം വരെ എത്തി, പലരാലെ സഹായിച്ച്. ഓരോ കട്ടയ്ക്ക്, അന്ന് ഞാൻ ഈ ഭിത്തി പിടിച്ചിട്ട് പറഞ്ഞിട്ട്, ഓരോ കട്ടയ്ക്ക് കൊണ്ട് ഓരോ വിയർപ്പ് ഇവിടം വരെ എത്തി. പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ കുറേ ഇത്താമാരുണ്ട്, കുറേ സഹോദരങ്ങളുണ്ട്. നജില നീ കരയല്ലേ മോളെ എന്നാണ് പറയണത്. കാരണം അവരെ മക്കളെ പ്രായം കാണൂല ചിലപ്പോൾ. എനിക്ക് സാഹചര്യം, ഞാൻ യൂട്യൂബ് ചാനലിലൊന്നും വരാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇനി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുമ്പം സഹായിക്കാനും മറ്റുള്ളവർക്കൊരു ഹെൽപ്പിനും, എന്തെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും പെട്ടെന്നൊരു സഹായം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. കാരണം അത്രത്തോളം ഞാൻ ഈ ഭൂമിയിൽ അനുഭവിച്ച്, രോഗത്തിൻ്റെ ഘട്ടം, ബാക്കി കാര്യങ്ങളെല്ലാം. എപ്പോഴും എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹം എന്തെന്നറിയാമോ, 3 മക്കളാണ്. നിൻ്റെ കയ്യിൽ സുരക്ഷിതമായി, ഞാൻ കളയൂല ഒരിക്കലും. എപ്പോഴും മസ്റൂമോളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. സങ്കടം വന്നാലും പ്രയാസം വന്നാലും എന്ത് വന്നാലും എൻ്റെ നഷ്ടം എനിക്ക് മാത്രമുള്ളതാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് മക്കൾ, നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം. എനിക്ക് സമാധാനം, മനുഷ്യന് സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. മക്കളെ വിളിച്ചുണർത്തട്ടെ. മസ്റൂമോളെ എന്നീര് വന്നാ, ഇന്ന് സ്കൂളിൽ വിടുന്നില്ല, ഇനിയിപ്പോൾ സ്കൂൾ വണ്ടി വിളിച്ച് പറയണം. എനിക്ക് മക്കളെ വന്നാ. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. സന്തോഷം. മക്കളൊക്കെ ദാ ഉറങ്ങുന്നു. പന്നാ, അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതെല്ലാം എന്താ കിട്ടിയത് നോക്ക്. മസ്റൂമോൾക്ക് മദ്രസയിൽ ഫസ്റ്റ് കിട്ടിയതാണ്, മാപ്പിളപ്പാട്ടിന്. കണ്ട, ഫസ്റ്റ്. ഇതെല്ലാം സംഭാവനകളാണ്. ഇത് മസ്റൂമോൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളാണ്, ബർത്ത്ഡേക്കൊക്കെ. മക്കൾക്ക് എനിക്ക് എല്ലാവരും തന്നതാണ്, ഒന്നും പാടിക്കളയാതെ
സുഖസുന്ദരമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കും. ഇതൊക്കെയാണ് അപ്പോഴും എൻ്റെ ഒരു പൊന്നാ. അപ്പോൾ ഈ മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്താൻ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. അതുകൊണ്ട് മസ്റുമോളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. ഓളെ ദുആയിൽ ഉൾപ്പെടുത്തണം. മക്കൾ പഠിക്കട്ടെ. ഒരുപാട് പേര് ഒരേ നിയ്യത്തുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനും ദുആ ചെയ്യാം. ആരെ ദുആണ് റബ്ബ് സ്വീകരിക്കണേന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ, ഒതുങ്ങി ഒന്നുമില്ലാണ്ട്. പിന്നെ പറയുന്നവർ പറയട്ടെ, മക്കളെ ഞാൻ ഒന്ന് വളർത്തിയെടുത്തോട്ടെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.